ദീപ, ആദ്യം ഈ കോൺഗ്രസ് എങ്ങനെയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമത്തെ കാണുന്നത് എന്നതിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിന് മുൻപ് അറിയേണ്ടത്, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയിൽ ഒന്നാണല്ലോ DMK. പ്രത്യേകിച്ച് സ്റ്റാലിനെ സംബന്ധിച്ചും നെഹ്റു പരിവാറുമൊക്കെയായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. അങ്ങനെ ഹിന്ദുത്വത്തെ എല്ലാ കാലഘട്ടങ്ങളിലും എതിർക്കുന്ന, നേരത്തെ പ്രിന്റു സൂചിപ്പിച്ചതുപോലെ സനാതന ധർമ്മം എന്ന് പറയുന്നത് മഹാമാരിയാണ്, അത് ഈ രാഷ്ട്രത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ടതാണെന്ന് പറയുന്ന സ്റ്റാലിനും അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ കുടുംബവും, ഭഗവാൻ ശ്രീരാമൻ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള DMK, രാമസേതു അത് അവിടെ നിന്നും പൂർണ്ണമായി ഇല്ലാതാക്കണമെന്ന് പല ഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള DMK, അങ്ങനെയുള്ള DMKയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ് ആയിട്ടുള്ള, നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ് ആയിട്ടുള്ള സ്റ്റാലിൻ പമ്പയിൽ വരുന്നതിനോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ? ഇവിടെ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തിനു വേണ്ടിയാണ് ഈ ഒരു സമ്മേളനം എന്നുള്ളതാണ്. പിന്നെ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏതോ റെപ്രസെന്റേറ്റീവിനെ വിടുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. അയ്യപ്പ ഭക്തന്മാർക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു സംഗമം? അയ്യപ്പ ഭക്തന്മാര് സംഗമിച്ച് തന്നെയാണ് മണ്ഡല മകര വിളക്ക് സമയങ്ങളില് 41 ദിവസം വ്രതമെടുത്ത് അതിന്റെ പരിശുദ്ധിയോടുകൂടി ആ ഒരു സമ്മേളനം പോലെ തന്നെയാണ് അവര് അയ്യപ്പനെ കാണാൻ വരുന്നത്. അവിടെ അയ്യപ്പനെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പിന്നെ ഒരു സമ്മേളനത്തിന്റെയും ഒരു യോഗത്തിന്റെയും അല്ലെങ്കിൽ ഒരു മീറ്റിംഗിന്റെയും ഒക്കെ എന്ത് കാര്യമാണുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ തീർച്ചയായിട്ടും ഗവൺമെന്റിനെ, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും നേരത്തെ തന്നെ അതാണ്, അതായത് കോൺഗ്രസിന്റെ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിനോടുള്ള സ്റ്റാൻഡ് എന്നതിനപ്പുറത്തേക്ക് സ്റ്റാലിനെ പോലെ ഒരു നിരീശ്വരവാദിയെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ, ഹൈന്ദവ സംസ്കൃതിയെ എപ്പോഴും തള്ളിക്കളയുന്ന ഒരു വ്യക്തിയെ പമ്പ മണപ്പുറത്ത് ഇത്തരം ഒരു സംഗമത്തിന് ക്ഷണിച്ചത്. പിന്നീട് ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ശക്തമായപ്പോൾ അദ്ദേഹം വരുന്നില്ല എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ ക്ഷണിച്ച പിണറായി സർക്കാരിന്റെ നടപടി ശരിയാണോ എന്നതാണ് ചോദ്യം. പിണറായി സർക്കാരിന്റെ നടപടി, ഈ മഹാസമ്മേളനം നടത്തുന്ന പമ്പയിൽ അയ്യപ്പ സമ്മേളനം നടത്തുന്ന നടപടി തന്നെ തെറ്റാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെയല്ലേ അതിൽ വിളിക്കുന്ന ആളുകളുടെ കാര്യം പറയേണ്ടത്. ഈ സമ്മേളനം നടത്തുന്നത് തന്നെ തെറ്റാണ്. അതിന് യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരു ഗവൺമെന്റാണിത്. കാരണം വിശ്വാസി സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കോടതി ഉത്തരവിന്റെ മറവില് ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് ഇപ്പൊ ഈ വീഡിയോയിൽ കണ്ടതാണ്. അതുപോലെ തന്നെ വിശ്വാസ സമൂഹം മുഴുവൻ കണ്ടതാണ്. ഇവിടെ അയ്യപ്പ ഭക്തന്മാർക്ക് അയ്യപ്പനെ കാണാൻ വരുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തന്നെ, അയ്യപ്പനെ ഭജിക്കുന്നതിനോ ഒന്നും തന്നെ പിണറായി വിജയനെയോ അദ്ദേഹത്തിന്റെ സർക്കാരിനെയോ പോലുള്ള നിരീശ്വരവാദികളുടെ ഒന്നും സപ്പോർട്ടോ അല്ലെങ്കിൽ സൗജന്യമോ ആവശ്യമില്ല. ഈ ദൃശ്യത്തിലെങ്ങും കോൺഗ്രസ്സുകാരെ കാണാനില്ല. ആ കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കോൺഗ്രസ്സുകാരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിൽ കാണുന്നുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർ തന്നെയാണ് അതിൽ കൂടുതലും എടുത്തത്. പക്ഷേ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അന്ന് 2018 നടന്ന ഈ ഒരു ആചാര ലംഘനത്തില് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ ഞങ്ങൾ പോയിട്ടില്ല. BJP-ക്കാരെ പോലെ അടച്ചിട്ട മുറിയിലിരുന്ന് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം വ്രണപ്പെടട്ടെ, അത് നമ്മൾക്ക് സുവർണ അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ വീഡിയോയിലൊന്നും കോൺഗ്രസ്സുകാരെ കാണില്ല. എവിടെയാണ് കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്നത്? എവിടെയാണ് കോൺഗ്രസ് നേതാക്കൾ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ? 2018 ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് കേരളത്തിലെ അയ്യപ്പ ഭക്തർ തെരുവിൽ പ്രതിഷേധിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ എവിടെയാണ് ഉണ്ടായിരുന്നത്? കോൺഗ്രസിന്റെ ആ നിലപാടിന് ജനങ്ങൾ നൽകിയ മറുപടി തന്നെയായിരുന്നു 19 സീറ്റിലും കോൺഗ്രസിന്റെ പ്രതിനിധികളെ വിജയിപ്പിച്ചുകൊണ്ട്, സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ കോൺഗ്രസിന്റെ നിലപാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരുന്നു ഈ 2018 ഈ സംഭവം കഴിഞ്ഞുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അന്ന് വിശ്വാസ സമൂഹത്തിന്റെ കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസ സമൂഹത്തിനെ ഒരു കഴുകൻ കണ്ണോടുകൂടി കണ്ട BJP-യെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വിശ്വാസ സമൂഹം അന്ന് BJP-ക്ക് വോട്ട് ചെയ്യാതെ കോൺഗ്രസിന് വോട്ട് ചെയ്ത് കോൺഗ്രസിന്റെ 19 MP-മാരെ. ഈ ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ കോൺഗ്രസ് നേതാക്കൾ എവിടെയാണ് പ്രതിഷേധിച്ചത്? ഇത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസുണ്ടോ? 2018 ഇത്രയും വലിയ പ്രതിഷേധം ഭക്തരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ നിങ്ങളുടെ ഏത് നേതാവിനെതിരെയാണ് കേസുള്ളത്? ശബരിമല, പമ്പ സ്ഥലങ്ങളിൽ എപ്പോഴെങ്കിലും ഖദർധാരികളായ കോൺഗ്രസ്സുകാർ എത്തിയിരുന്നു? ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ആരെയും ന്യായീകരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും കോൺഗ്രസ് വിശ്വാസ സമൂഹത്തിന്റെ കൂടെയായിരുന്നു. അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും വൻ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എന്ന് വിജയിച്ച MP-മാരായത്. പിന്നെ ഇവിടെ BJP-യുടെയും CPM-ന്റെയും ഞാൻ ഊന്നി പറയുന്നു, BJP-യുടെയും ഒരു കൂട്ടുകക്ഷി
സംവിധാനം ഇതിന്റെ അകത്തുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഒരു സീറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ആ ADGP ആയിരുന്ന അജിത് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരം വരെ കലക്കാൻ ശ്രമിച്ച രണ്ട് മുന്നണികളാണ്. അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയെ കുറിച്ചും കേരള സമൂഹം മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഇരുന്ന് ജനം ടിവിയുടെ ഫ്ലോറിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോ ശബരിമല വിഷയം പറയുമ്പോ തൃശ്ശൂർ പൂരത്തിനെ നിങ്ങൾ മറന്നു കളയരുത്. അതിനുശേഷം വന്ന ഇടവേള ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. ഞാൻ തീർച്ചയായിട്ടും മടങ്ങിയെത്താം.